ഹരി ഓം. ഭാഗവതം 4-ാം സ്കന്ധം 29-ാം അധ്യായം. പ്രാചീന ബർഹിസും നാരദരും തമ്മിലുള്ള സംഭാഷണമാണ്. 85 ശ്ലോകങ്ങളുള്ള പ്രായേണ ദൈർഘ്യമേറിയ ഒരു അധ്യായമാണിത്. അതുകൊണ്ട് തന്നെ മൂന്നായിട്ട് ഇത് 3 ഭാഗങ്ങളായിട്ട് ഇടാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒത്തിരി വിവരണമില്ലാതെ പോയാൽ എന്നൊരു ചെറിയ വ്യാഖ്യാനം പറഞ്ഞു പോയാൽ അതൊരു പൂർണ്ണത എത്തില്ല എന്ന് തോന്നുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവുക. വലിയ വിശദമായിട്ടൊന്നും പറയണ്ട, അതിന് അർത്ഥം നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു പോകാം. ഹരി ഓം. അഥ 39-ാധ്യായ. പ്രാചീനബർഹി. നാരദ സംവാദം. പ്രാചീനബർഹിരുവാച ഭഗവംസ്തേ വജോസ്മാഭിർ ന സമ്യഗ് അവഗമ്യതേ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഹ. പ്രാചീന ബർഹിസ പറഞ്ഞു, അല്ലയോ ഭഗവൻ, അങ്ങയുടെ വാക്ക് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. ഈ തത്വങ്ങൾ അറിയുന്നവർ മാത്രം അതെന്താണെന്ന് അവർക്ക് മാത്രമേ മനസ്സിലാക്കാനും സാധിക്കുന്നുള്ളൂ. അറിയാനും ശരിയായ രീതിയിൽ അറിയാൻ തത്വം അറിയുന്നവർക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. ഈ കർമ്മത്തിൽ നിരതരായിരിക്കുന്ന സാധാരണക്കാരായ ഞങ്ങൾക്ക് ഇത് അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീ നാരദ മഹർഷി പറയുകയാണ്. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാത് വ്യദ്വനക്ത്യാത്മനഃപുരം ഏകദ്വിത്രിചതുഷ്പാദം ബഹുപാദം അപാദകം. ഇതൊക്കെ കുറച്ച് വാക്കുകൾ പാദം പിരിച്ച് പറഞ്ഞ് തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ് നമുക്ക് പോകാനും പറ്റില്ല. അപ്പം നമുക്ക് അത് ശരിയായ രീതിയിൽ തന്നെ പറയാം. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാത് വ്യദ്വനക്ത്യാത്മനഃപുരം. ഒന്നുകൂടെ ഒന്ന് നോക്കാമേ, അത് ശരിക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. വേറെ പുസ്തകങ്ങൾ റെഫർ ചെയ്താലേ എനിക്കും അത്ര മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയിട്ട് പറയാമേ കൃത്യമായിട്ടല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കിയാലേ. ഇരുപത്തി 29-ാമത്തേതല്ലേ? രണ്ടാമത്തേതല്ലേ? പുരുഷം പുരഞ്ജനം വിദ്യാത് യത് വ്യനക്ത്യാത്മനഃപുരം. അങ്ങനെ തന്നെയാണ്. പുരഞ്ജനൻ എന്ന് പറഞ്ഞ് ക്ഷേത്രജ്ഞനാണ് എന്നറിയണം എന്ന് പറഞ്ഞത്. പുരഞ്ജനൻ എന്ന് പറഞ്ഞത് എന്താണ്? ക്ഷേത്രജ്ഞൻ, അതായത് ക്ഷേത്രത്തിൽ ക്ഷേത്രം ശരീരം, ഇതിൽ ജീവിക്കുന്നയാൾ. എന്തെന്നാൽ ക്ഷേത്രജ്ഞൻ 1 പാദം 2 പാദം 3 പാദം അനേകം പാദങ്ങൾ എന്നിവയുള്ളതും പാദമില്ലാത്തതുമായ പലതരം ശരീരങ്ങളെയും തൻ്റെ പൂർവ്വവാസനകളാൽ വ്യക്തമാക്കുന്നു. അതൊക്കെ ഗഹനമായ വേദാന്ത വിഷയങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഈ ശരീരത്തിൽ ജീവിക്കുന്ന ജീവനെയാണ് ഈ പുരഞ്ജനൻ എന്ന് പറയുന്നത്. പുരുഷം പുരഞ്ജനം വിദ്യാത്. പുരുഷം പുരഞ്ജനം വിദ്യാത് യത് വ്യനക്ത്യാത്മനഃപുരം. ആ പദങ്ങളൊന്ന് പിരിച്ച് പറയാൻ പഠിച്ചാൽ മതി നമ്മൾ. ഏകദ്വി ത്രി ചതുഷ്പാദം. 1 2 3 4. 4 ബഹുപാദം അപാദകം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. യോ വിജ്ഞാതാഹൃതസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ എന്ന വിജ്ഞായതേ ബുംഭിർ നാമഭിർവാ ക്രിയാഗുണൈഃ. ആ പുരുഷൻ്റെ പേരറിയാത്ത ഒരു കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞല്ലോ. എപ്പോഴും സദാ ഒരു കൂട്ടുകാരൻ, ഒരു സഖാവ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ അടുത്ത സുഹൃത്ത് എന്ന് പറയപ്പെടുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനാണ് എന്ത്? ആ കൂട്ടുകാരൻ ഉണ്ടായെന്നറിഞ്ഞാൽ കൂട്ടുകാരൻ എപ്പോഴും കൂടെ ഉണ്ട്. അത് ആ ക്ഷേത്രജ്ഞൻ്റെ കൂടെ, അതായത് ഈ പുരഞ്ജനൻ്റെ കൂടെ എപ്പോഴും സദാ അദ്ദേഹം ഉണ്ടായ കാലം തൊട്ടേ ഈ കൂട്ടുകാരനുണ്ട്.
എന്തെന്നാൽ ഈശ്വരൻ ജനങ്ങളാൽ നാമങ്ങൾ അല്ലെങ്കിൽ ഓരോ കർമ്മങ്ങൾ, ക്രിയകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്നിവ കൊണ്ട് അറിയപ്പെടുന്നില്ല. ഈശ്വരന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല അല്ലേ? നിർഗുണം ബ്രഹ്മം എന്നല്ലേ നമ്മൾ പറയുന്നത്. ഒരു ഗുണവും പ്രത്യേകിച്ചില്ല. പിന്നെ നാമങ്ങളോ, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പേര്, നമ്മൾ പറയുന്ന പേരാണ് അതിന് പേര്, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ക്രിയകൾ, പ്രത്യേകിച്ച് ക്രിയയും കർമ്മമൊന്നും അതിന് ഈശ്വരനില്ല, അത്രയേ ഉള്ളൂ. യോ വിജ്ഞാതാ ഹൃദസ്തസ്യ പുരുഷസ്യ സഖേശ്വര. സഖാവ് ഈശ്വരനാണ്. എന്ന വിജ്ഞായതേ ബുംഭിർ, അവിടെ നിർത്തുക. നാമഭിർവാ ക്രിയാഗുണൈഹി, ഇതൊന്നുമില്ല. യഥാ ജിഘൃക്ഷൻ പുരുഷഃ കാസ്ന്യേന പ്രകൃതിർഗുണാൻ നവദ്വാരം ദ്വിഹസ്താംഘ്രിം തത്രാമനുത സാധ്വിതി. നവദ്വാരം ദ്വിഹസ്താംഘ്രിം, അതായത് പുരുഷൻ യഥാ ജിഘൃക്ഷൻ പുരുഷൻ എപ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങളെ മുഴുവൻ അനുഭവിച്ചറിയാനായിട്ട് ആഗ്രഹിക്കുന്നുവോ, ശരീരങ്ങളിൽ വെച്ച് 9 ദ്വാരമുള്ളതും 9 ദ്വാരങ്ങളുണ്ട് അത് 2 കൈ, 2 പാദം എന്നിവയുള്ളതുമായ മനുഷ്യ ശരീരത്തെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതി അല്ലേ? അത് ഏറ്റവും ശ്രേഷ്ഠമുള്ളതിനെ തന്നെ തിരഞ്ഞെടുത്തു. ബുദ്ധിം തു പ്രമദാം വിദ്യാൻ മമാഹം ഇതി യത് കൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ദേക്ഷഭിർ ഗുണാൻ. സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബുദ്ധിയാണ്. സ്ത്രീ എന്ന് പറഞ്ഞത് ഈ പുരഞ്ജനിയെ അവിടെ കണ്ടല്ലോ, ഒരു സ്ത്രീയെ അവിടെ കണ്ടെന്ന് പറഞ്ഞാൽ പുരത്തിൽ ചെന്നപ്പോൾ അതാരാണ്? ബുദ്ധി. താനെന്നും എൻ്റേതെന്നുമുള്ള മതം ഉണ്ടാകുന്നത്, ആ ഒരു വിചാരമുണ്ടാകുന്നത് ബുദ്ധിയിലാണ് അല്ലേ? നമ്മുടെ മനസ്സിലല്ല, അത് ബുദ്ധിയിലാണ്. ഇതെൻ്റേതാണ്, ഇതെൻ്റെ പുസ്തകമാണ്, ഇതെൻ്റെ ഫോണാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ എന്നുള്ളത് നമ്മൾക്ക് തോന്നുന്നത് ഏതാ? ബുദ്ധിയിലാണ്. ബുദ്ധിയെ അവലംബിച്ച് പുരുഷന്മാർ ഈ ശരീരത്തിലിരുന്ന് ഇന്ദ്രിയങ്ങളെ കൊണ്ട് പലതരം വിഷയങ്ങളെ അനുഭവിക്കുന്നു. പലതരം വിഷയങ്ങളെ അനുഭവിക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. സഖായ ഇന്ദ്രിയഗണ ജ്ഞാനം കർമ്മ ച യത്കൃതം സഖ്യസ്തദ് വ്യക്തയ പ്രാണഃ പഞ്ചവൃത്തിർയഥോരഗഃ. സഖായ ഇന്ദ്രിയഗണ ജ്ഞാനം കർമ്മ ച യത്കൃതം സഖ്യസ്തദ് വൃത്തയ പ്രാണഃ. സഖ്യ തത് വൃത്തയ, ഓരോ പ്രവൃത്തികൾ. തദ് വൃത്തയ പ്രാണഃ സഖ്യ തത് വൃത്തയ. വ്യായല്ല കേട്ടോ, അത് വൃത്തയ എന്നാക്കണമേ പുസ്തകത്തിൽ അങ്ങനെയാണെങ്കിൽ. പഞ്ചവൃത്തിർ യഥോരഗഃ, അത് ജ്ഞാനവും കർമ്മവും ചെയ്യുന്ന ജ്ഞാനേന്ദ്രിയങ്ങളാണ് സഖാക്കളെന്നും പറയപ്പെട്ടവർ. കുറേ പേര് കൂട്ടുകാരായിട്ട് വേറെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ബുദ്ധിയുടെ കൂടെ. അത് ജ്ഞാനവും കർമ്മവും ചെയ്യുന്ന ആ ജ്ഞാനേന്ദ്രിയങ്ങളാണ്, ജ്ഞാനത്തിൻ്റെ ഇന്ദ്രിയങ്ങളാണ് ഈ സഖാക്കൾ, കൂട്ടുകാർ. മറ്റേ കൂട്ടുകാരനല്ല, ഇന്ദ്രിയ വൃത്തികളാണ് സഖിമാരെന്നും. കുറേ സഖിമാരും സഖാക്കന്മാരും ഉണ്ട്. ആരുടെ കൂടെ? ബുദ്ധിയുടെ കൂടെ, സ്ത്രീയുടെ കൂടെ, അതായത് പുരഞ്ജനിയുടെ കൂടെ. പ്രാണാദി വൃത്തികളോടുകൂടിയ ആ പ്രാണവായുവാണ് നമ്മുടെ 5 പ്രാണങ്ങളുണ്ടല്ലോ, അതിനകത്തെ 5 പ്രാണങ്ങൾ ഉള്ള ആ പ്രാണവായുവാണ് 5 ശിരസ്സുള്ള സർപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ആ സിംബോളിക്കായിട്ട് ഇത്രയും നേരം പറഞ്ഞിരുന്ന ആ പുരഞ്ജനൻ്റെയും പുരഞ്ജനിയുടെയും കഥ, ആ സിംബോളിസം മാറ്റിയിട്ട് ഏതിനെയൊക്കെ പ്രതിബിംബിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുരഞ്ജനോപാഖ്യാനം നമുക്ക് വളരെ എളുപ്പമാകും. സഖായ ഇന്ദ്രിയഗണ ജ്ഞാനം കർമ്മ ച യത്കൃതം സഖ്യസ്തദ് വൃത്തയ പ്രാണഃ പഞ്ചവൃത്തിർയഥോരഗഃ. 7 ബൃഹദ്ബലം മനോവിദ്യാത്, നിർത്തുക. ഉഭയേന്ദ്രിയനായകം പഞ്ചവിഷയായന്മധ്യേ നവഖം പുരം. ബൃഹദ്ബലം മനോവിദ്യാത് ഉഭയേന്ദ്രിയനായകം പഞ്ചവിഷയായന്മധ്യേ നവഖം പുരം. അതായത് 10 ഇന്ദ്രിയങ്ങളുടെയും നാഥനായ മനസ്സാണ്. ഈ ഇന്ദ്രിയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 10, അതിൻ്റെ എല്ലാം നാഥനാണ് മനസ്സാണ്. വലിയ ആ സൈന്യത്തിൻ്റെ നായകൻ, ഒരു വലിയ സൈന്യം, അതിൻ്റെ നായകൻ ആരാണ്? മനസ്സ്.
ശബ്ദാദി 5 വിഷയങ്ങളാണ് പഞ്ചാല ദേശങ്ങൾ, 5 ദേശങ്ങൾ. ആ വിഷയങ്ങളുടെ മധ്യത്തിലാണ് 9 ദ്വാരമുള്ള പുരം സ്ഥിതി ചെയ്യുന്നത്. പുരം സ്ഥിതി ചെയ്യുന്നതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുരം ഏതാണ്? ശരീരമാണ്. ഈ പുരം ഇരിക്കുന്ന സ്ഥലം ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ്. നവദ്വാരങ്ങളുള്ള ഈ കൊട്ടാരം, അതായത് നമ്മുടെ ശരീരമാകുന്ന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അക്ഷിണി നാസികേ കർണൗ 8. അക്ഷിണി നാസികേ കർണൗ മുഖം ശിഷ്ണഗുദാവപി ഗുദാവിധി. ശിഷ്ണഗുദൗ ഇതി. അക്ഷിണി നാസികേ കർണൗ മുഖം ശിഷ്ണഗുദാവിധി. ദ്വേ ദ്വേ ദ്വാരോ ബഹിർയാതി യസ്തദിന്ദ്രിയ സംയുതഃ. 2 കണ്ണുകൾ, 2 മൂക്ക്, 2 കർണങ്ങൾ, എല്ലാം 2. മുഖം 1. ശിഷ്ണം, ഗുദം എന്നിവയാണ് നവദ്വാരങ്ങൾ. അങ്ങനെ 9 ദ്വാരങ്ങൾ നമ്മൾ പറഞ്ഞു. ആ പുരഞ്ജനൻ, അതായത് ഈ ഇന്ദ്രിയങ്ങളോട് കൂടി ഓരോ ദ്വാരങ്ങളിലൂടെ പുറമേ വിഷയങ്ങളിലേക്ക് പോകുന്നു. പുറത്തുള്ള വിഷയങ്ങളിലേക്ക് ഈ 9 ദ്വാരങ്ങളിലൂടെ ഈ അകത്ത് കയറിയ ആൾ പുറത്തേക്ക് അയാളുടെ എല്ലാം പ്രവഹിപ്പിക്കുന്നു, അല്ലേ? ഈ നവദ്വാരങ്ങളിൽ കൂടിയാണ് കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞ പോലെ. 9. അക്ഷിണീ നാസികേ ആസ്യം ഇതി പഞ്ചപുരകൃത ദക്ഷിണകർണ ഉത്തര ച ഉത്തരസ്മൃത ചോത്തരസ്മൃത. ഉത്തര ആണ് ചോത്തരയായത്. അക്ഷിണീ നാസികേ ആസ്യം ഇതി പഞ്ചപുരകൃത ദക്ഷിണകർണ ഉത്തര ചോത്തരസ്മൃതം. കർണൗ മുഖം ശിഷ്ണഗുദാവപി അക്ഷിണീ നാസികേ കർണോ ദ്വേ ദ്വേ അക്ഷിണീ നാസികേ ആസ്യം ഇതി പഞ്ചപുരകൃത. ആസ്യം മുഖം. നവദ്വാരങ്ങളിൽ വെച്ച് കണ്ണുകൾ, നാസികകൾ, വായ എന്നീ 5 എണ്ണം മുൻവശത്താണ്. വലത്തെ ചെവി വലത് ഭാഗത്ത് ദ്വാരവും ഇടത്തെ ചെവി ഇടത് ഭാഗത്തെ ദ്വാരവുമാണ്. ഇങ്ങനെ ഓരോ ദ്വാരങ്ങളെക്കുറിച്ചും പറയുന്നു. പശ്ചിമേ ദ്വാരൗ ബുധം ശിഷ്ണമിവോ ഇഹോച്യതേ ഖദ്യോദാവിർമുഖേ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ. താഴത്തെ 2 ദ്വാരങ്ങളായ ഗുദവും ശിഷ്ണവുമാണ് ജനനേന്ദ്രിയവും മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലവും. അങ്ങനെ പശ്ചിമദ്വാരങ്ങൾ താഴത്തെ ഓരോ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ഖദ്യോതം, ആവിർമുഖി എന്ന ദ്വാരങ്ങൾ കണ്ണുകളാണ്. ഓരോ കണ്ണുകളാണ്. അതിൻ്റെ പുരത്തിൻ്റെ സ്വാമിയായിട്ടുള്ള പുരഞ്ജനൻ ആ ദ്വാരങ്ങളിലൂടെ ഭ്രമിക്കപ്പെട്ട് ആ രൂപത്തെ കണ്ണിൻ്റെ സഹായത്തോടു കൂടി കാണുന്നു. കണ്ണിൻ്റെ സഹായത്തോടു കൂടി ഈ പുരത്തെ ആ പുരഞ്ജനൻ കാണുന്നു. പശ്ചിമേ ഇത്യധോദ്വാരോ ഗുദം ശിഷ്ണമിഹോച്യതേ ഖദ്യോദാവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ രൂപം വിഭ്രാജിതം താഭ്യാം വിജഷ്ടേ ചക്ഷുഷേശ്വര. അതിനകത്ത് 3 ശ്ലോകങ്ങളുണ്ട്, 3 ലൈനുകളുണ്ട്. ഇനി 11ാമത്തെ. നളിനീ നാസേ ഗന്ധസൗരഭ ഉച്യതേ ഘ്രാണോവധൂതോ മുഖ്യാസ്യാം വിപണോ വാഗ് രസവിദ് രസഃ. വാക്ക് രസവിദ് രസഃ എന്നാണ്. വാഗ്രസവിദ് രസഃ എന്ന് എഴുതിയിരിക്കുന്നത്. വാക്ക് രസവിദ് രസഃ. കിട്ടിയല്ലോ വാക്കുകളൊക്കെ. അതായത് 11ാമത്തേനകത്ത് നാളിനി എന്ന് പറഞ്ഞ ദ്വാരങ്ങൾ എന്താണ്? മൂക്കാണ്, നാസികയാണ്. അത് സൗരഭദേശം, സൗരഭം ദേശം എന്ന് പറഞ്ഞ ഗന്ധമത്രേ. അത് പറഞ്ഞത് ഗന്ധത്തിനെയാണ്. സൗരഭദേശം എന്നാണ് ആദ്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ അധ്യായം എടുത്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പുരഞ്ജനോപാഖ്യത്തിന് ആദ്യത്തെ അധ്യായത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. സൗരഭദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഗന്ധം. അവധൂതൻ ഘ്രാണേന്ദ്രിയമാണ്. ഇങ്ങനെ എപ്പോഴും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണ്? മൂക്കാണ്. എപ്പോഴും ഇങ്ങനെ അവധൂതൻ ഒരിടത്ത് പുറയ്ക്കാതെ നടന്നുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവൻ എവിടുന്നെങ്കിലും കിട്ടുന്ന ഗന്ധങ്ങളെയൊക്കെ സ്വീകരിക്കുന്നു. അപ്പം മുഖ്യ എന്ന് പറയുന്നത് വായു. ഖദ്യോദാവിർമുഖി ചാത്ര. മുഖി ചാത്ര എന്നാ പറയുന്നത്. നളിനി ഘ്രാണ അവധൂത മുഖ്യാസ്യാം വിപണോ വാഗ് രസവിദ് രസഃ. മുഖ്യ
എന്ന് പറയുന്നത് വായ്, വിപണൻ എന്ന് പറയുന്നത് വാക്കിൻ്റെ ഇന്ദ്രിയമാണ് നാഗം, രസജ്ഞൻ എന്ന് പറഞ്ഞത് രസനേന്ദ്രിയം, രസനം അത് രസിക്കുന്ന രസനേന്ദ്രിയം, രസന നാവ്. ആപന്നോ വ്യവഹാരോത്ര ചിത്രമന്ധോ ബഹൂദനം പിതൃഹൂർ ദക്ഷിണ കർണ ഉത്തരോ ദേവഹോ സ്മൃത. ആപണദേശം, ആപണോ വ്യവഹാരോത്ര ലോകവ്യവഹാരവും, ബഹൂദനദേശം വിചിത്രമായ അന്നം അത് ആകുന്നു. പിതൃഹു എന്ന് പറഞ്ഞത് വലത്തെ ചെവി, ദേവഹു എന്ന് പറഞ്ഞത് ഉത്തരകർണം. ഓരോന്നിനോരോ പേരിട്ടിരിക്കുക, ഓരോ ദേശങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കഥയിൽ. അത് ഇന്നതാണെന്ന് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതാ ഞാൻ പറഞ്ഞത്, അതിനകത്ത് ഒത്തിരി പറയാനില്ല, പക്ഷെ പറഞ്ഞു പോകണം. 13 പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാല സംജ്ഞിതം പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതധരാത് വ്രജേത്, ശ്രോത്രാത് ശ്രുതധരാത് വ്രജേത്. പ്രവൃത്തം ച നിവൃത്തം ച 13ാമത്തേതാണ്. പഞ്ചാല ദേശം എന്ന് പറഞ്ഞത് പ്രവൃത്തിശാസ്ത്രവും നിവൃത്തിശാസ്ത്രവുമാണ്. പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളെ കേൾക്കുന്ന ചെവിയുടെ സഹായത്താൽ പുരുഷൻ ദേവയാനത്തെയും പിതൃയാനത്തെയും പ്രാപിക്കുന്നു. അത്രയേ ഉള്ളൂ. ആസുരി മേഢ്രം അറുവാഗ് ദ്വാർ അവിടെ നിർത്തുക. വ്യവായോ ഗ്രാമീണാം രതിഹി ഉപസ്ഥോ ദുർമത പ്രോക്തോ നിരുതിർ ആണ് അവിടെ കേട്ടോ. നിരുതിർ ബുധ ഉച്യതേ. ആസുരി എന്ന താഴത്തെ ദ്വാരം ലിംഗമാകുന്നു. ഗ്രാമീണരുടെ രതിസ്ഥാനമായ ഗ്രാമകദേശം സംയോഗമാണ്. അതാണ് ആ സംയോജനത്തിനാണ് ഗ്രാമകദേശം എന്ന് പറയുന്നത്. ദുർമദൻ എന്ന പറഞ്ഞത് ഉപസ്ഥേന്ദ്രിയം, നിരുതിയാണ് ഗുദം. ഓരോന്നിനെ പറഞ്ഞിരിക്കുന്നതാണ്. ഇതെല്ലാം നേരത്തെ പറഞ്ഞത് ഇന്നതാണെന്ന് എന്ന് വെച്ചാൽ പുരഞ്ജനോപാഖ്യാനത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ ഇന്നതാണെന്ന് ഇതിനകത്ത് ഒന്നുകൂടെ അവർ എടുത്തു പറയുന്നതേ ഉള്ളൂ. വൈശസം നരകം പായുർ ലുബ്ധഗോന്ധൗ തു മേ ശൃണു ഹസ്തപാദൗ പുമാൻ താഭ്യാം യുക്തോ യാതി കരോതി ച. വൈശസം എന്ന് പറയുന്നതോ വളരെയധികം ദുഃഖതമായ നരകമാണ്. ലുബ്ധകൻ എന്ന് പറഞ്ഞത് മലദ്വാരമാണ്. അവയിൽ 2 അന്ധമെന്ന് പറഞ്ഞല്ലോ, അവ കൈയും കാലുമാണ്. അവയെ കൊണ്ട് പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവയെ കൊണ്ടുപോകുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ ശരീരം, ഈ പുരം അതിനെ എടുത്തുകൊണ്ട് പോകുന്നിടത്തൊക്കെ അതുപോലെ തന്നെ അതുകൊണ്ട് കൈ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കാലുകൊണ്ട് ഈ ശരീരത്തെ കൊണ്ടുപോകുന്നു, അല്ലേ? ഈ ശരീരത്തെ കൊണ്ടുപോകുന്ന കാലാണ്. പിന്നെ അന്തഃപുരം ച ഹൃദയം വിഷുചിർമന ഉച്യതേ തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തദ്ഗുണൈഃ. ഈ അന്തഃപുരം എന്ന് പറഞ്ഞത് ഹൃദയവും വിഷൂചി എന്ന് പറഞ്ഞത് മനസ്സുമാണ്. ഇത് രണ്ടാണോ എന്ന് ചോദിക്കും. 2 അവിടെ മനസ്സിൻ്റെ തമസ്, സത്വം, രജസ് ഈ 3 ഗുണങ്ങൾ കൊണ്ട് എന്തൊക്കെയാ? ആഗ്രഹം, സന്തോഷം, അതുപോലെ തന്നെ അതിയായ ആഹ്ലാദം എന്നീ ഗുണങ്ങൾ ഉണ്ടാകുന്നു അവിടെ ആ മനസ്സിൽ. യഥാ യഥാ വിക്രിയതേ ഗുണാക്തോ വികരോതി വാ തഥാ തഥോപദ്രഷ്ടാത്മാ തത് വൃത്തിർ അനുകാര്യതേ. അതൊക്കെ വായിക്കുമ്പം തത് വൃത്തിർ അനുകാര്യതേ എന്ന് തന്നെ വായിക്കണം. അവിടെ എഴുതി വെക്കണം പെൻസിൽ കൊണ്ട്. യഥാ യഥാ വിക്രിയതേ ഗുണാക്തോ വികരോതി വാ തഥാ തഥോപദ്രഷ്ടാത്മാ തത് വൃത്തിർ അനുകാര്യതേ. ബുദ്ധി ആണല്ലോ പുരഞ്ജനി. സ്വപ്നത്തിൽ വികാരം പ്രാപിക്കുകയും ബുദ്ധിക്ക്, അല്ലേ? സ്വപ്നത്തിൽ നമുക്കോരോ വികാരമുണ്ടാകുന്നു. ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയ പ്രവൃത്തികളായിട്ട് അത് പരിണമിക്കുന്നു. ഇന്ദ്രിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ. അങ്ങനെ ആത്മാവ് സാക്ഷി മാത്രം. ആത്മാവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, സാക്ഷി മാത്രമാണെങ്കിലും ബുദ്ധി ഗുണങ്ങളിൽ അഭേദാധ്യാസത്താൽ അത്യാസക്തമായി ബുദ്ധിവൃത്തികളെ അനുകരിക്കുന്നു. ഈ ബുദ്ധി ഓരോ ഗുണങ്ങൾ, സത്വഗുണമുണ്ടെങ്കിൽ അതിന് അത്യാസക്തമായി ബുദ്ധിവൃത്തികളെ അനുകരിക്കുന്നു. ഈ
ബുദ്ധി എന്ന് പറയുന്നത്. ആത്മാവ് സാക്ഷി മാത്രമായിട്ടിരിക്കുക, ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എങ്കിലും ഈ ബുദ്ധിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആ ഇഷ്ടമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് അത് ചിരിക്കുമ്പോൾ അവൾ ചിരിക്കുമ്പോൾ അവനും ചിരിക്കും എന്ന് പറയുന്നത്. അതായത് ബുദ്ധി ചിരിക്കാൻ പറയുമ്പം അവൻ ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ഇതിനകത്ത് പറയുന്നില്ലേ, കുളിക്കാൻ പറയുമ്പോൾ കുളിക്കുന്നു, ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്നു, ഉണ്ണാൻ പറയുമ്പോൾ ഉണ്ണുന്നു. അതായത് ഭക്ഷണം വിശക്കുന്നു എന്നുള്ളത് ബുദ്ധിയാണ് മനസ്സിലാക്കി തരുന്നത്. ചിരിക്കുക എന്നുള്ള ഒരു നമ്മുടെ ഒരു കഴിവ്, അത് ഒരു ഹാസ്യം കേട്ടാൽ ചിരിക്കണം എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മനസ്സിലെ ചിലർ കാണാൻ പറ്റില്ല, ചില ഹാസ്യങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞ് ചിരിക്കത്തില്ല, അവർക്ക് ചിരി വരുന്നില്ല. അത് അവരുടെ ബുദ്ധി അതിന് അതീതമായതുകൊണ്ട് അവർക്കത് വേറെ രീതിയിലാണ് അവരിതിനെ കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. തേർ അന്തഃപുരം ച ഹൃദയം വിഷൂചിർമന ഉച്യത്തെ തത്ര മോഹം പ്രസാദം ഹർഷം പ്രാപ്നോതി തദ്ഗുണൈഃ യഥാ യഥാ വിക്രിയത്തെ ഗുണോക്തോ വികരോതി വാ തഥാ തഥോപദ്രഷ്ടാത്മാ തത് വൃത്തിരനുകാര്യതേ. ആ സ്വപ്നമാകുന്ന രഥം അല്ല, ഇത് 17-ാമത്തെ അല്ലേ, യഥാ യഥാ വിക്രിയതേ. സ്വപ്നത്തിൽ വികാരം പ്രാപിക്കുകയും ജാഗ്രതയിൽ അതാ നമ്മൾ പറഞ്ഞത്. ഇനി 18-ാമത്തെ, ദേഹോ രഥസ്ത്വിന്ദ്രിയാശ്വഃ സംവത്സരരയോ ഗതിഃ ദ്വികർമ്മ ചക്രസ്ത്രീഗുണഃ ധ്വജ പഞ്ചാസു ബന്ധുരഃ. ദേഹോ രഥസ്ത്വിന്ദ്രിയാശ്വഃ സംവത്സരരയോ ഗതിഃ മനോരശ്മിർ ബുദ്ധിസൂതോ ഹൃന്നീടോ അങ്ങനെയല്ലോ. ദേഹോ രഥസ്ത്വിന്ദ്രിയാശ്വ സംവത്സരരയോ ഗതിഃ ദ്വികർമ്മ ചക്രസ്ത്രീഗുണ ധ്വജ പഞ്ചാസു ബന്ധുരഃ. അതായത് ഈ തേർ എന്ന് പറയുന്നത് സ്വപ്ന ദേഹമാണ്. 2 തരം ദേഹങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് 18-ാമത്തെ, ദേഹേ രഥമാണ് തേര്. രഥസ്ത്വിന്ദ്രിയാശ്വ ദേഹോ രഥസ്ത്വിന്ദ്രിയാശ്വ സംവത്സരരയോ ഗതി കർമ്മചക്രസ്ത്രീഗുണ ധ്വജ പഞ്ചാസു ബന്ധുരഃ. ഈ രഥമെന്ന് പറയുന്നത് ദേഹത്തിനെയും അതിനകത്തെ അശ്വങ്ങൾ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളെയും, പോക്ക് ഗമനം എന്ന് പറയുന്ന ഗതി ഗതി എന്ന് പറയുന്നത് സംവത്സരം വർഷക്കണക്കായ രൂപമായ കാലത്തിൻ്റെ വേഗത്തെയും, ആ പോക്കിനെ കാലത്തിൻ്റെ വേഗത്തെയും, ഈ ചക്രങ്ങളോ ദ്വികർമ്മ ചക്രങ്ങൾ പുണ്യപാപങ്ങളെയും, ധ്വജം എന്ന് പറഞ്ഞാൽ കൊടി എന്ന് പറയുന്ന സത്വാദി 3 ഗുണങ്ങളെയും, ബന്ധനങ്ങളെന്ന് പറയുന്നത് ആ പഞ്ചപ്രാണനെയും സൂചിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. മനോരശ്മിർബുദ്ധിസൂതോ ഹൃന്നീടോ ദ്വന്ദ്വകൂപരഃ പഞ്ചേന്ദ്രിയാർത്ഥപ്രക്ഷേപ സപ്തധാതുവരോധകഃ. മനോരശ്മിർബുദ്ധിസൂതോ പ്രക്ഷേപ സപ്തധാതുവരൂധകഃ. മനോരശ്മിർബുദ്ധിസൂതോ ഹൃന്നീടോ ദ്വന്ദ്വകൂപരഃ പഞ്ചേന്ദ്രിയാർത്ഥപ്രക്ഷേപ സപ്തധാതുവരൂധകഃ. 5 കർമ്മേന്ദ്രിയങ്ങളാണ് പുറത്തേക്കുള്ള ഗതി പ്രകരണങ്ങൾ. പുരഞ്ജനൻ 11 ഇന്ദ്രിയങ്ങളാകുന്ന സൈന്യത്തോടു കൂടിയവനാണ്. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നവനുമാണ്. അതുപോലെ മരുമരീചിക പോലെ എന്ന് വെച്ചാൽ മരീചിക എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തോന്നും, പക്ഷേ അവിടെ ഇല്ല. ശരിക്കും വെള്ളം ഉണ്ടെന്ന് തോന്നും, പക്ഷേ അവിടെ അടുത്ത് ചെല്ലുമ്പോൾ വെള്ളമില്ല. മരുമരീചിക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? മരുഭൂമിയിൽ വെള്ളം ഉണ്ടെന്ന് തോന്നി ഓടി അവിടെ വരെ ചെല്ലുമ്പോൾ അവിടെ വെള്ളമില്ല. നമ്മുടെ തോന്നലായിരുന്നത്. ആ സൂര്യൻ്റെ പ്രകാശം ആ ഭാഗത്തോട്ട് വീഴുമ്പോൾ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണിനത് വെള്ളമായിട്ട് തോന്നുന്നതാണ്. അതാണ് മരീചിക. അതുകൊണ്ട് 5 ഇന്ദ്രിയ പുരഞ്ജനൻ 11 ഇന്ദ്രിയങ്ങളാകുന്ന സൈന്യത്തോടു കൂടിയവനും 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭോഗങ്ങളൊക്കെ എന്ന് വെച്ചാൽ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നവനും
പിന്നെ മരീചിക പോലെ ഇല്ലാത്ത വസ്തു അതിന് ഉണ്ടെന്ന് തോന്നി അതിൻ്റെ പിന്നാലെ ഓടുന്നു. അതാണ് ശരിക്കും നടക്കുന്നത്. ചണ്ഡവേഗൻ എന്ന ഗന്ധർവാധിപതി, അത് നമ്മൾ പറഞ്ഞു ചണ്ഡവേഗൻ വന്നെന്ന്. സംവത്സരം ദിവസങ്ങളാകുന്നു, വർഷങ്ങളാകുന്നു. സംവത്സരം ഗന്ധർവന്മാരെന്ന് പറഞ്ഞു 360 ഗന്ധർവന്മാർ, അത് ദിവസങ്ങളാണ്. ഗന്ധർവാധിപതി എന്ന് പറയുന്നത് ഒരു വർഷമാകുന്നു. അതുകൊണ്ട് കാലം തടുക്കാൻ പ്രയാസമുള്ള കാലം അതുകൊണ്ട് സൂചിപ്പിക്കുന്നു. തസ്യാഹാനീഹ ഗന്ധർവ്യോ രാത്രയ സ്മൃതാഹ ഹരന്ത്യായുപരിക്രാന്ത്യ ഷഷ്ടി ഉത്തര ശതത്രയം കാലകന്യാജരാ സാക്ഷാത്. പിന്നെ ലോകസ്ഥാം നാഭിനന്ദതി സ്വസാരം ജഗൃഹേ മൃത്യുഹോ ക്ഷയായ യവനീശ്വരഹാം. ഈ ഗന്ധർവന്മാർ എന്ന് പറയുന്നത് പകലുകളും ഗന്ധർവ സ്ത്രീകൾ രാത്രികളുമാണ്. 360 പകൽ രാത്രികൾ തങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് സകലരുടെയും ആയുസ് അപഹരിക്കുന്നു. ഓരോ രാത്രിയും ഓരോ പകലും പോകുമ്പോൾ ഓർത്തോളുക, നമ്മളുടെ ആയുസ് അത് അപഹരിച്ചെടുക്കുക. ഇന്നലെ എന്ന് പറയുന്നത് നമുക്കിനി ഇല്ല, കഴിഞ്ഞു. ഇന്നെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അതുണ്ട്. അതിനുശേഷം നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാലകന്യ എന്ന് പറയുന്നതോ സാക്ഷാൽ ജരയാണ്. കാലം കൊണ്ടുണ്ടാകുന്ന മാറ്റം, അതാണ് ജര. നരകളും വരുന്നില്ലേ, അതാണ് കാലകന്യ. ലോകം അതിനെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. യവനേശ്വരനായി വർണ്ണിക്കപ്പെട്ടത് ആ മൃത്യുലോകനാശത്തിന് അവളെ സഹോദരിയായി സ്വീകരിച്ചു. അത് പറഞ്ഞല്ലോ, ദുർഭഗം. പിന്നെ കാലകന്യ, അത് അത്രയേ ഉള്ളൂ. അത് 21 22 കൂടെ ഒന്നിച്ചർത്ഥം. 23 ആധയോ വ്യാധയസ്തസ്യ സൈനിക യവനാശ്ചരാഹ ഭൂതോപസർഗാസുരയ പ്രജ്വാരോ ദിവിധോജ്വരഹ. അവൻ്റെ സൈന്യങ്ങൾ എന്താ, ആധിവ്യാധികളാണ്. ആദിയും അസുഖങ്ങളും നമ്മുടെ വളരെയധികം മനസ്സിനുണ്ടാകുന്ന ദുഃഖങ്ങളും അതുപോലെ ശരീരത്തിനുണ്ടാകുന്ന ദുഃഖങ്ങളും വേദനകളും, അതാണ് ആധിവ്യാധി. പ്രാണികളെ നശിപ്പിക്കുന്നതിൽ അതിവേഗമുള്ള പ്രജ്വരൻ എന്ന സഹോദരൻ ഉണ്ട്. സഹോദരൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ ശീതജ്വരം, ഉഷ്ണജ്വരം, ഈ 2 തരത്തിലുള്ള പനികളാണ്. അത് രണ്ടും രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. 24 25 ഏവം ബഹുവിധൈർദുഃഖൈർ ദൈവഭൂതാത്മസംഭവൈഃ ക്ലിശ്യമാന ശതം വർഷം ദേഹേ ദേഹി തമോവൃതഃ. പ്രാണേന്ദ്രിയമനോധർമാൻ ആത്മന്യധ്യസ്യ നിർഗുണഃ ആത്മനി അധ്യസ്യ നിർഗുണഃ ശേതേ കാമലവാൻ ധ്യായൻ മമാഹം ഇതി കർമ്മകൃത്. പ്രാണേന്ദ്രിയമനോധർമാൻ ആത്മന്യധ്യസ്യ നിർഗുണഃ ശേതേ കാമലവാൻ ധ്യായൻ മമാഹം ഇതി കർമ്മകൃത്. 25 ഇങ്ങനെ ആദിദൈവികം, ആദയോ വ്യാധയ 24 25 ആണേ ഒന്നിച്ച്. ഏവം ബഹുവിധൈർ ദുഃഖൈർ ദൈവഭൂത ആത്മസംഭവൈഃ ക്ലിശ്യമാന ശതം വർഷം ദേഹേ ദേഹി തമോവ്രതഃ. ഇങ്ങനെ ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം, ഈ 3 ദുഃഖത്രയങ്ങൾ എന്ന് പറയും നമ്മൾ. ആ ക്ലേശിക്കുന്ന ജീവൻ അജ്ഞാനത്തിൻ കൊണ്ട് മൂടപ്പെട്ട് ഒരു ഗുണത്തിനും പല ഗുണാതീതനാണെങ്കിലും പ്രാണനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സുകളുടെ ധർമ്മങ്ങളെ ആത്മാവിൽ കൽപ്പിച്ച് നിസ്സാരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക്, കാമഭോഗങ്ങൾ, ഒരുപാട് ഭോഗങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ചിന്തിച്ചുകൊണ്ട് അതിനായി കർമ്മങ്ങൾ ചെയ്യുന്നു. പ്രാചീന ബർഹിസിനോട് പറയാം, എല്ലാവരും കർമ്മങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹം. ഒരുപാട് യജ്ഞങ്ങൾ നടത്തിയ ആളാണ്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ ഒരുപാട് അതിനോടുള്ള ആ അത്യാസക്തി, ആത്യന്തികമായിട്ടുള്ള ആ ഒരു എൻ്റേത് എന്നുള്ള ആ ഈ ചിന്തയാൽ ബദ്ധനായി 100 കൊല്ലം ശയിക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു, ജീവിക്കുന്നു എന്ന് പറയുക. യദാത്മാനമഭിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേ സ്വദൃക്
യഥാത്മനമവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജ്ജേത ഗുണേഷു പ്രകൃതേ സ്വദൃക് ഗുണാഭിമാനി സതതാ കർമാണി കുരുതേ വശഃ ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായതേ. സ്വയം പ്രകാശ ഉള്ളവനാണെങ്കിലും ഈ പുരുഷൻ ആത്മസ്വരൂപനും പരമഗുരുവുമായ ഭഗവാനെ മനസ്സിലാക്കാതെ ഈ പ്രകൃതിയുടെ ഗുണങ്ങളിൽ അങ്ങ് വീണു പോകയാൽ, അതിനോട് ഇഷ്ടം കൂടുതൽ ഉണ്ടാകയാൽ ഈ ഗുണങ്ങളിൽ ആസക്തനും അതിൽ അഭിമാനിക്കുന്നവനുമായിട്ട് ജീവൻ ഒട്ടും സ്വതന്ത്രനല്ലാതെ അസ്വതന്ത്രനായിട്ട് ഈ താൻ ആഗ്രഹിക്കുന്ന കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ഈ ത്രിഗുണ കർമ്മങ്ങളുടെ നിലവാരമനുസരിച്ച് അത് എത്ര വീതമാണ്, അതാത് യോനികളിൽ വീണ്ടും പോയി ജനിക്കുന്നു. ചെയ്ത കർമ്മങ്ങൾ സാത്വികമാണെങ്കിൽ സാത്വികമായ ഒരു യോനിയിൽ പോയി ജനിക്കും. താമസ പ്രവൃത്തിയാണ് ചെയ്തിരുന്നതെങ്കിൽ ആ യോനിയിൽ പോയി വീണ്ടും ജനിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ശുക്ലാത് പ്രകാശഭൂയിഷ്ടാം ലോകാനാപ്നോതി കർഹിച്ചിത് ദുഃഖോദർക്കാൻ ക്രിയായാസാൻ തമ ശോകാത് കടാൻ ക്വചിത്. 28 ഒന്ന് പറഞ്ഞു പോകാം. ശുക്ലാത് പ്രകാശഭൂയിഷ്ടാൻ ലോകാനാപ്നോതി കർഹിച്ചിത് ദുഃഖോദർക്കാൻ ക്രിയായാസാൻ കിട്ടിയോ? ക്രിയായാസാൻ തമ ശോകോത്കടാൻ ക്വചിത്. അതായത് കർമാനുസരണമായി ഉണ്ടാകുന്ന ഓരോ കർമ്മങ്ങൾക്കനുസരമായിട്ടാണ് ജീവഗതി ഭേദങ്ങളെ മനസ്സിലാക്കി തരികയാണ്. പുണ്യകർമ്മം അധികരിച്ചാണെങ്കിൽ സുഖമായ, അതുപോലെ പ്രകാശങ്ങൾ ബഹുലമായ സ്വർഗാദി ലോകങ്ങളിൽ ചെന്ന് ഗതി ലഭിക്കും. പുണ്യപാപ സമ്മിശ്ര കർമ്മം നിമിത്തം സമ്മിശ്ര കർമ്മം കൊണ്ട് ആണ് ചെയ്യുന്നതെങ്കിൽ അവസാനത്തിൽ ദുഃഖങ്ങളും പ്രവൃത്തി നിമിത്തം കഷ്ടങ്ങളും ഉണ്ടാകുന്ന മനുഷ്യലോകത്തിൽ ജന്മമുണ്ടാകും. തമോ ഗുണമാണ് ഗുണം കൊണ്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിലോ, അധികമായിട്ട് ചെയ്യുന്നതെങ്കിൽ കഠിന ദുഃഖസ്ഥാനങ്ങളും അതുപോലെ അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ട പക്ഷി മൃഗാദികളായും ജനിക്കും. പക്ഷി മൃഗാദികൾക്ക് ജ്ഞാനമില്ല, അവർക്ക് ബോധവും വിവേകമൊന്നുമില്ല, അവരായിട്ട് ജനിക്കും. അല്ലെങ്കിൽ ഈ 3 രീതിയിൽ ജനിക്കും എന്നാണ് പറഞ്ഞത്. 29 ക്വചിത് പുമാൻ ക്വചിച്ച സ്ത്രീ ക്വചിന്നോ ഭയമന്ധതീഹി ദേവോ മനുഷ്യ തിര്യഗ്വാ യഥാ കർമ്മഗുണം ഭവ. ഓരോ നിൻ്റെ കർമ്മമനുസരിച്ച് അന്ധബുദ്ധിയായി ഇടയ്ക്ക് പുരുഷനായും ഇടയ്ക്ക് സ്ത്രീയായും പിന്നെ ചിലപ്പോൾ രണ്ടുമല്ലാത്ത നപുംസകമായി നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ജനിക്കുന്നുണ്ട്. അങ്ങനെ ദേവനായോ മനുഷ്യനായോ അത് ലംബമായി നിൽക്കുന്ന നാൽക്കാലികളായോ ജനിക്കുന്നു. ജന്മം അവരവരുടെ ഗുണങ്ങളെയും കർമ്മത്തെയും ആശ്രയിച്ചാണ്. അപ്പം നമുക്കിപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അടുത്തത് ഞാൻ നമുക്ക് മനസ്സിലാകില്ല. കാരണം നമ്മൾ എന്നൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അവിടുത്തെ ലിസ്റ്റിലേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ അത് കൃത്യമായിട്ടൊന്നുമില്ല. നമ്മളെല്ലാം നല്ലതാണെന്നും പറഞ്ഞാൽ ഇരിക്കുന്നത് ഇപ്പോഴേ. അപ്പം അതാകണമെന്നില്ലല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ജന്മം എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് ജീവിക്കുന്നപ്പോൾ അറിയാം. കഴിഞ്ഞ ജന്മം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഈ പറഞ്ഞ പ്രകാരം നമ്മളെ സ്വയം വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അതും നമുക്ക് എളുപ്പമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കേണ്ടവർക്ക് അവരവർ കഴിഞ്ഞ ജന്മത്തിൽ എങ്ങനെയൊക്കെ ജീവിച്ചവരാണെന്ന് ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. ശുക്ലാത് ക്വചിത് പുമാൻ ക്വചിച്ച സ്ത്രീ ക്വചിന്നോ ഭയമന്ധധീഹി ദേവോ മനുഷ്യ തിര്യഗ്വാ യഥാ കർമ്മഗുണം ഭവ. ആ കർമ്മഗുണമനുസരിച്ച് ഓരോ ഈ പറഞ്ഞതുപോലെ കിട്ടുന്നു. അന്ധബുദ്ധിയായി പുരുഷനായിട്ടും ചിലപ്പോൾ ഇടയ്ക്ക് സ്ത്രീയായിട്ടും മറ്റു ചിലപ്പോൾ അത് രണ്ടുമല്ലാത്ത നപുംസകമായും ജനിക്കും. അങ്ങനെയാണോ എന്ന് അവനറിയാമല്ലോ എങ്ങനെയായിരുന്ന ഞാൻ എന്നതാണെന്ന്. സ്ത്രീയാണെങ്കിൽ സ്ത്രീ, അല്ലെങ്കിൽ അതിൻ്റെ കർമ്മം അനുസരിച്ച് ദേവനായിട്ടോ മനുഷ്യനായോ അല്ലെങ്കിൽ നാൽക്കാലിയായോ ജനിക്കുന്ന അവൻ, നാൽക്കാലി നല്ല തിരിയക്കെന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിക്ക് ലംബമായി നിൽക്കുന്നത്. ലംബമായി നിൽക്കണമെങ്കിൽ 4 കാല് വേണമല്ലോ. നമ്മൾ വെർട്ടിക്കലായിട്ടാണ് നിൽക്കുന്നത്, 2 കാലയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്, നാൽക്കാലിന്ന്.
ജന്മം അവരോരോന്നായിട്ട് ജനിക്കുന്നു. ജന്മം അവരവരുടെ ഗുണകർമ്മങ്ങളെയും കർമ്മത്തെയും ആശ്രയിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ശരീരവും. നമ്മൾ ഏത് ശരീരമായി എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ശരീരം കഴിഞ്ഞ ജന്മത്തെ കർമ്മം അനുസരിച്ചാണ്. അത്രയേ ഉള്ളൂ. ക്ഷുത്പരീതോ യഥാ ദീനഃ സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദതി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ. ചരൻ വിന്ദതി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ. തഥാ കാമാശയോ ജീവ ഉച്ചാവച പഥാ ഭ്രമൻ ഉപര്യധോ വാ മധ്യേ വാ യാതി ദിഷ്ടം പ്രിയാപ്രിയം. തഥാ കാമാശയോ ജീവ ഉച്ചാവച പഥാ ഭ്രമൻ ഉപര്യധോ വാ മധ്യേ വാ യാതി ദിഷ്ടം പ്രിയാപ്രിയം. വിശന്ന്, അതായത് ക്ഷുത് പരീതോ, അത് അവിടെ തൊട്ടാ 30ൻ്റെ അർത്ഥം തൊട്ടാ. ക്ഷുത് പരീതോ യഥാ ദീന സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദതി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ. അതുപോലെ വിശന്ന് ക്ലേശിച്ച് ഒരു നായ വീട് തോറും ചുറ്റി നടന്ന് തൻ്റെ കർമ്മമനുസരിച്ച് ഇടയ്ക്ക് അടിയും ഏറും എല്ലാം കൊണ്ട് അതിനിടയ്ക്ക് തീറ്റ കിട്ടും. അങ്ങനെ അലയുന്നത് പോലെ ഈ ആഗ്രഹത്തിൻ്റെ പുറകെ പോകുന്ന ജീവൻ ഓരോരോ ആഗ്രഹങ്ങൾ കാമങ്ങൾ കാമിക്കുന്നവനായുള്ളവൻ, അതായത് ഓരോന്നിനോടും അമിതമായ ആഗ്രഹമുള്ളവനായിട്ടുള്ള ഈ ജീവൻ ഉത്കൃഷ്ടങ്ങളായിട്ടുള്ളതും നികൃഷ്ടങ്ങളായിട്ട് ഉന്നതമായിട്ടുള്ളതും അധോന്നതമായിട്ടുള്ളതുമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ നീചയോനികളിലും തൻ്റെ കർമ്മമനുസരിച്ച് സുഖദുഃഖങ്ങളെ പ്രാപിക്കുന്നു. നീചയോനികളിലാണെങ്കിലും ചിലപ്പോൾ സുഖം അനുഭവിക്കാം, ചിലപ്പം ദുഃഖം അനുഭവിക്കാം. അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. തഥാ കാമാശയോ ജീവ ഉച്ചാവച പഥാ ഭ്രമൻ. ഉണ്ടോ, മുകളിലോട്ട് പോകാം താഴോട്ടും പോകാം. ഉപരി അധോവാ മധ്യേവ, ചിലപ്പോൾ ഇടയ്ക്ക് നിൽക്കാം. യാതി ദിഷ്ടം പ്രിയ അപ്രിയം. അത് രണ്ട് തരത്തിലും സുഖവും ദുഃഖവുമായിട്ട് പരിണാമം പ്രാപിക്കാം. എങ്ങനെയെങ്കിലും ഒക്കെ ആകാം. തഥാ കാമാശയോ ജീവ ഉച്ചാവച പഥാ ഭ്രമൻ ഉപര്യഥോ വാ മധ്യേവ യാതി ദിഷ്ടം പ്രിയാപ്രിയം. 32. ദുഃഖേഷു ഏകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദഃ സ്യാത് ചേത് തത്തത് പ്രതിക്രിയ. അതൊന്ന് ശ്രദ്ധിച്ചോണം. 32ാമത്തെ ശ്ലോകം. അതൊരു അവിടെ ആ സ്യാത് എന്നൊക്കെ ഉള്ളിടത്തൊരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ദുഃഖേഷു ഏകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദ സ്യാച്ചേ തത്തത് പ്രതിക്രിയ. സ്യാത് ചേ തത്തത് പ്രതിക്രിയ. അതാതിന് എന്നുള്ളതാണ്. സ്യാത് ചേത് തത്തത് പ്രതിക്രിയ. വാക്കുകളൊക്കെ കിട്ടിയല്ലോ. ഇനി അതെന്താണെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ദുഃഖങ്ങൾ തഥാ കാമാശയോ ജീവോച്ചാവചോ ദുഃഖേഷു ഏകതരേണാപി ദൈവഭൂതാത്മഹേതുഷു. അതായത് ദുഃഖങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു പരിഹാരവുമില്ല. ഉണ്ടെന്ന് വെച്ചാൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഒന്ന് ഇരിക്കട്ടെ. ആധിദൈവികവും ആധിഭൗതികവും, അത് താപത്രയങ്ങളെന്ന് നമ്മൾ പറയും. ആധ്യാത്മികവുമായ ദുഃഖങ്ങളിൽ വെച്ച് ഒന്നിൻ്റെ ബന്ധമില്ലാതിരിക്കുക എന്നത് ജീവന് സാധ്യമേ അല്ല. ജീവനത് സാധിക്കുകയില്ല. ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങളെ മറികടക്കാൻ ഒരിക്കലും സാധ്യമല്ല. തഥാ കാമാശയോ ജീവ ഉച്ചാവച പഥാ ഭ്രമൻ ഉപര്യഥോ വാ മധ്യേ വാ യാതി ദിഷ്ടം പ്രിയാപ്രിയം. അത് ഒരു തരത്തിലും നമുക്ക് ദുഃഖത്തെ ഇല്ലാതാക്കാനും അല്ല, അവിടെയല്ലല്ലോ. ദുഃഖേഷു ഏകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദ സ്യാചേത് തത്തത് പ്രതിക്രിയ. ദുഃഖേഷു ഏകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദ. അതുകൊണ്ട് ആ ദുഃഖത്തിന് പരിഹാരമൊന്നുമില്ല. ഉണ്ടെന്ന് നമുക്കെന്നാ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചാലോ ഈ താപത്രയങ്ങളെ
നമുക്ക് താപത്രയങ്ങളുമായിട്ടൊരു ബന്ധവുമില്ലാതിരിക്കുക എന്നത് ജീവന് ഒരിക്കലും സാധ്യമല്ല. 33 യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സ ആധത്തെ തഥാ സർവാ പ്രതിക്രിയ. യഥാ ഹി പുരുഷോ ഭാരം, ആ തലയിൽ ഭാരം ചുമക്കുന്നവൻ അല്പമൊരു വിശ്രമത്തിന് അത് തൻ്റെ ചുമലുകൊണ്ട് വഹിക്കുന്നത് പോലെയാണ് എല്ലാ പ്രതിവിധികളും. തലേന്നുള്ള ഭാരം ചുമലിലോട്ടായി. നമ്മൾ കുറേ നേരം ഭാരം എടുത്തു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ഭാരമാണല്ലോ, എങ്ങനെയാണ് ഇത് താഴെ വെക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തു ചെയ്യും? അത് തലയിലെ ഭാരം നമ്മൾ ചുമലിലോട്ടാക്കുന്നത് പോലെയേ ഉള്ളൂ. യഥാഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ, ആ ശിരസിൽ നിന്നുള്ള ഭാരം തം സ്കന്ധത്തിൽ തോളിൽ സ ആധത്തെ തഥാ സർവാ പ്രതിക്രിയ. ഇതാണ് അതിനുള്ള പരിഹാരമായിട്ട് കിട്ടുന്നത്. തലയെ ഭാരം ചുമലിലോട്ടായി എന്ന് മാത്രമേ വരൂ. നൈകാന്തത പ്രതീകാര കർമ്മണാം കർമ്മ കേവലം ദ്വയം ഹി അവിദ്യോപസൃതം സ്വപ്നേ സ്വപ്ന ഇവ അനഘ എന്നാ കേട്ടോ. ഇവ അനഘ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കർമ്മങ്ങൾക്ക് കേവല കർമ്മം ആത്യന്തികമായ ഒരു പ്രതിക്രിയയില്ല. കർമ്മങ്ങൾക്ക് ഒരു പ്രതിവിധിയുമില്ല. സ്വപ്നത്തിലുള്ളത് സ്വപ്നം പോലെ രണ്ടും അജ്ഞാനത്താൽ പ്രാപ്തമാകുന്നു. സ്വപ്നത്തിൽ ഉള്ളത് സ്വപ്നത്തിൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ സത്യത്തിലുള്ളതും അനുഭവിക്കും, ഇല്ലേ? സ്വപ്നത്തിലുള്ളത് അനുഭവിച്ചില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സ്വപ്നത്തിൽ നമ്മൾ അനുഭവിച്ചല്ലോ. പക്ഷേ മനസ്സിലോർത്തത് എന്താ? അത് സ്വപ്നമാണെന്ന് ഉണർന്നപ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷേ നമ്മളെന്നിട്ട് പറയും സത്യത്തിൽ ശരിക്കും ഇപ്പോഴുള്ളത് ആ സത്യം, അത് നമ്മൾ അതും അനുഭവിക്കുന്നുണ്ട്, സ്വപ്നത്തിലുള്ളത് അപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. സ്വല്പമായ കർമ്മം ദുഃഖനിവൃത്തിക്ക് കാരണമാകയില്ലെങ്കിലും ഈ കർമ്മം കൊണ്ട് ദുഃഖം മുഴുവൻ നശിക്കയില്ല എന്ന ശങ്കം വേണ്ട. ആ കർമ്മങ്ങൾ നിമിത്തമുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് ഭക്തി ജ്ഞാനങ്ങളോട് കൂടാതെയുള്ള ഒരു പ്രായശ്ചിത്ത കർമ്മം അവസാനമായിട്ട് ഒരു നിവൃത്തിയെ വരുത്തുകയില്ലെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ പ്രായശ്ചിത്തത്തിന് വേണ്ടി നമ്മളൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും അത് പരിപൂർണമായി നമ്മൾ ചെയ്ത കർമ്മത്തിന് പരിഹാരമാവുകയില്ല. എന്താണെന്ന് വെച്ചാൽ 2 വിധ കർമ്മത്തിനും കാരണം ഈ ദേഹത്തിലും ഇന്ദ്രിയങ്ങളിലും ഞാൻ എന്ന ആ മോഹമാകുന്നു. എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഈ പരിഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മോഹം കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് ഈ പ്രായശ്ചിത്തവും പരിഹാരമാകയില്ല. അതിൽ അവിദ്യാസംബന്ധം ഉള്ളതുകൊണ്ട് ദുഃഖം ഇല്ലാതെയാക്കുവാൻ എന്നുള്ളൊരു കാര്യം വരുത്താൻ സാധ്യമേ അല്ല. ഏതുപോലെയാണെന്ന് വെച്ചാൽ ദുഃഖപരമായ ഒരു സ്വപ്നം കാണുന്നവൻ ആ ദുഃഖത്തെ തീർക്കുവാനുള്ള മാർഗത്തെയും സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ രണ്ടും ഈ നിദ്ര കൊണ്ട് നമ്മൾ ഉറക്കത്തിലല്ലേ, അതിനൊരു പരിഹാരമുണ്ട് എന്ന് നമ്മൾ ആ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. പക്ഷേ നിദ്രയിൽ നമ്മൾ വശമതനായിരിക്കിയാൽ ദുഃഖനിവൃത്തി ഉണ്ടാകുന്നില്ല. എന്താ? നമ്മൾ നിദ്രയിൽ കിടക്കുകയാണ്, നമുക്കറിയാം ഇന്നത് ചെയ്താൽ ദുഃഖനിവൃത്തി ഉണ്ടാകുന്നു. പക്ഷേ നമുക്ക് ആ പട്ടി കടിക്കാൻ പുറകെ വരുന്നെന്നറിയാം. പക്ഷെ നമുക്കൊരു മതിലേലോട്ട് കയറണം എന്നുണ്ട്. അന്ന് അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു മരം ചാഞ്ഞ് നിൽപ്പുണ്ട്, അതിലോട്ട് കയറി അന്നൊരു മതിലിൻ്റെ പുറത്തോട്ട് കയറി അപ്പുറത്തോട്ട് ചാടി ഇറങ്ങും, പട്ടി അവിടോട്ട് വരികയില്ലായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ സ്വപ്നത്തിലല്ലേ, നമുക്കത് ചെയ്യാൻ സാധ്യമല്ല. അത്രയേ ഉള്ളൂ. ഈ സ്വപ്ന കാരണമായിരിക്കുന്ന നിദ്രാനാശം തന്നെ സ്വപ്ന ദുഃഖ നിവൃത്തിക്ക് കാരണം. ആ നിദ്ര ഇല്ലാതായാലേ ഇത് ശരിയാകുകയുള്ളൂ. ആ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിദ്ര ഇല്ലാതാകണം. മറ്റേത് കാരണം അറിയാം, പക്ഷേ നിദ്രയിൽ കിടന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അതിലേക്ക് കയറാൻ പറ്റുന്നത്? അത് തന്നെ. അതുകൊണ്ട് അവിദ്യ കൊണ്ടുണ്ടാകുന്ന കർമ്മത്തിൻ്റെ ദുഃഖനിവൃത്തി ഭഗവത് ആരാധനാ രൂപമായി കൊണ്ട് ഉണ്ടാകണം. പിന്നെ അടുത്തതും കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ ഭാഗം നിർത്താം. അർദ്ധോഹ്യ വിദ്യമാനേപി സംസൃതിർന നിവർത്തതേ മനസാലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ. അർദ്ധേ ഹി അവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ മനസാലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ. ഉപാധിയായ മനസ്സോടെ സ്വപ്നത്തിൽ സഞ്ചരിക്കുന്നവന്, മനസ്സുകൊണ്ടാണ് സ്വപ്നത്തിൽ സഞ്ചരിക്കുന്നത്. ഉപാധി മനസ്സാണ്.
സത്യത്തിൽ ക്ലേശങ്ങളൊന്നും ഇല്ല. ശരി, ക്ലേശങ്ങളില്ലാത്തതാണ്, പക്ഷേ അതുകൊണ്ടുള്ള അനർത്ഥം നശിക്കുന്നത് പോലെ അതുകൊണ്ട് നമ്മൾ വ്യസനിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ആ സ്വപ്നത്തിൽ ആ ദേഹാദി പദാർത്ഥങ്ങൾ മിഥ്യാരൂപങ്ങളാണെങ്കിലും സത്യത്തിൽ ദേഹാദി രൂപങ്ങളും മിഥ്യയാണെന്നാണ് ആധ്യാത്മിക ജ്ഞാനികൾ പറയുന്നത്. നമ്മുടെ ഈ ശരീരവും നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചവും ഒക്കെ ആ ജ്ഞാനം അത് അറിവില്ലാതെ, കാരണം ആ അറിവിലോട്ട് ഉണരുമ്പോഴാണല്ലോ സ്വപ്നത്തിൽ നമ്മൾ ഉണരുന്നതിലാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. സ്വപ്നമായിരുന്നല്ലോ എന്നോർത്ത് സമാശ്വസിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എന്താണ്, ഈ നമ്മൾ സത്യത്തിൽ കാണുന്ന നമ്മുടെ ഞാനെന്നും എൻ്റേതെന്നും പറയുന്ന ഈ ശരീരവും ഈ കാണുന്ന പ്രപഞ്ചവും ഈ കാണുന്ന നമ്മുടെ ജനങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളും എല്ലാം മിഥ്യയാണ് എന്നുള്ള അറിവ് നമുക്കുണ്ടാകാത്തിടത്തോളം കാലം ഈ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കുന്നില്ല. ആ ക്ലേശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം കൈ മുറിഞ്ഞാൽ വേദനയെടുക്കും. കൈ മുറിഞ്ഞാൽ വേദനയെടുക്കും. അത് എൻ്റെ കൈ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ കൈ മുറിഞ്ഞാൽ എനിക്ക് വേദനയെടുക്കില്ല. അപ്പോൾ അതെന്താണ്, ആ ജ്ഞാനം നമുക്ക് ഉണ്ടാകുന്നില്ല. എന്ത് ജ്ഞാനം? ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്നുള്ള പൂർണ്ണമായ ബോധം, ആ ജ്ഞാനം, അറിവ് നമുക്കുണ്ടാകുന്നില്ല. അതുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ കാര്യമൊന്നുമല്ല. വളരെ അപൂർവം വ്യക്തികൾക്ക് വർഷങ്ങളായിട്ടുള്ള സാധനകൾ ചെയ്തത് കൊണ്ടും അറിവ് നേടി ആ ജ്ഞാനം. ഏത് ജ്ഞാനം? ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത് എൻ്റെ ജ്ഞാനം എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ള ആ അജ്ഞാനം ഇല്ലാതാകുന്നില്ലാത്തടത്തോളം കാലം നമുക്ക് ഈ ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഹരി ഓം.